നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 20-ാം തീയതി 1201 ആണ്ട് ധനുമാസം 5-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. മൂലം നക്ഷത്രമാണ്, ശ്രീമൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ്. ഏറ്റവും പവർഫുൾ നക്ഷത്രമാണ് മൂലം നക്ഷത്രം. അപ്പോൾ നല്ല നക്ഷത്രമാണ് എങ്കിൽ പോലും ഇന്ന് ശനിയാഴ്ചയാണ്. ആഴ്ച ശനി ആയതുകൊണ്ട് ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. അതായത് പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ഒരു കാര്യങ്ങളും അത്ര സ്പീഡിൽ നടക്കത്തില്ല. മന്ദനാണ് ശനി. അപ്പോൾ ശനീശ്വരനെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഓരോ കാര്യങ്ങളിൽ അത്രയ്ക്ക് ശ്രദ്ധിച്ചു പോകണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ നടക്കത്തില്ല. അത് മനസ്സിലാക്കി തന്നെ ഇന്ന് ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങണം. അത്ര ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഓരോ കാര്യങ്ങൾ ഇറങ്ങാൻ. ആകിലും കാര്യങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ചെയ്തേ തീരുള്ളൂ എങ്കിൽ ശ്രദ്ധിച്ചിടപെടണം. അതുപോലെ ധനുമാസത്തിലെ മൂലനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം അത്ര അനുകൂലപ്രദമല്ല. പലതരത്തിലുള്ള കഷ്ടതയുണ്ടാവും. പ്രധാനമായി മാനസിക സംഘർഷം കൂടും. എല്ലാ കാര്യങ്ങൾക്കും വിഘ്നം, തടസ്സം കൂടാതെ ഒരു കാര്യവും നടക്കത്തില്ല. ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് കാലിന് തകരാറ് വരുത്തും. വീഴ്ച വല്ലതും വന്ന് കാലിന് മുണ്ടി ആയിട്ട് നടക്കും കുറച്ച് ദിവസമെങ്കിലും. അതുപോലെ സാമ്പത്തിക നഷ്ടത്തെ കൊടുക്കും. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം. അത് ശരീരത്തിലോ പേഴ്സിലോ ബാഗിലോ നമ്മളെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ടിന് വച്ചിരിക്കുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തെ അതിജീവിച്ച് പോകാൻ സാധിക്കും. ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇന്ന് കൊള്ളൂല, ശനിയാഴ്ചയാണ്. രാഹുകാല സമയം നോക്കി. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. രാഹുവിൻ്റെ പിടിയിൽ ചെന്ന് പെട്ട അവനെ നമ്മളെ ഇഴപ്പിക്കും. ശനി മന്ദനാണ്, രാഹു ഇഴയ്ക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് രാഹുകാല സമയത്ത് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക. 9 തൊട്ട് 10:30 മണി വരെ രാഹുകാലം എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും 9 മണിക്കല്ല രാഹുകാലം തുടങ്ങുന്നത്. 9:31 തുടങ്ങുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞിട്ടേ രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ 9 മണി 10:30 മണിക്ക് തീരുവില്ല. 10:56 രാഹുകാലം അവസാനിക്കുകയുള്ളൂ. അപ്പോൾ രാഹുകാലം തുടങ്ങിയെന്നും പറഞ്ഞ് നമ്മളിരിക്കും, രാഹുകാലം തീർന്നെന്നും പറഞ്ഞ് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിനായി പോകും. അത് ശ്രദ്ധിച്ച്, അതുകൊണ്ടാണ് അതിനെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരണേ. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുക. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് 6:40 തൊട്ട് 8:05 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 1:48 തൊട്ട് 3:13 വരെയും. ഈ സമയം, ഈ 1.5 മണിക്കൂർ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കാതിരിക്കുക. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നിൽക്കുകയാണ്, എല്ലാ ദിവസവും ഉണ്ട്. അത് നമുക്ക് അങ്ങനെ ചില സാഹചര്യങ്ങൾക്ക് മാത്രം എടുത്ത് ഉപയോഗിക്കുക. വേണമെങ്കിൽ മാത്രം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:58 തൊട്ട് 12:46 വരെ. 48 മിനിറ്റ് ഉള്ളതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.